ഒരു കള്ളന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച മഹാദേവന്റെ ആ ദർശനം, സാധാരണക്കാർക്ക് പോലും ലഭിക്കാത്ത ആ മഹാഭാഗ്യം ആ കള്ളൻ എങ്ങനെ ലഭിച്ചു? ഹൃദയം തൊടുന്ന ആ അത്ഭുത കഥ. പണ്ടൊരു ചെറിയ ഗ്രാമത്തിൽ വളരെ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമുണ്ടായിരുന്നു. കൂടാതെ ആ ഗ്രാമത്തിലെ ആളുകൾ ഇഷ്ടപ്പെടാത്ത ഒരു കള്ളനും ജീവിച്ചിരുന്നു. രാത്രിയായാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ ആ ക്ഷേത്രത്തിൽ മോഷ്ടിക്കാനെത്തും. പക്ഷേ അവനൊരു സാധാരണ കള്ളനായിരുന്നില്ല. ഇരുട്ടത്ത് ക്ഷേത്രത്തിനുള്ളിൽ തട്ടിത്തടഞ്ഞു വീഴുമ്പോൾ അവൻ ദേഷ്യത്തോടെ ശിവലിംഗത്തിന് നേരെ നോക്കി ഉറക്കെ വിളിച്ചു പറയും, അല്ലയോ മഹാദേവ, അങ്ങ് ശരിക്കും ഇവിടെയുണ്ടോ? അങ്ങ് ഇവിടെ ഉണ്ടെങ്കിൽ എന്താ എന്നെ തടയാത്തത്? കൂടാതെ ഞാൻ എന്നും രാത്രിയിൽ ഈ ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ എത്തുമ്പോൾ അങ്ങ് ഒന്നും മിണ്ടുന്നതുമില്ല. അവൻ ഭഗവാനോട് എപ്പോഴും കലഹിക്കുമായിരുന്നു. തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് കാരണം ഭഗവാനാണെന്ന് വിശ്വസിച്ച് ഒരു പരിഭവത്തോടെ അവൻ ശിവലിംഗത്തിന് മുന്നിൽ നിന്ന് മഹാദേവനോട് തർക്കിക്കും. അങ്ങനെ കാണുന്നില്ലല്ലോ മഹാദേവ, എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ച് അവൻ തന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ ഭഗവാന്റെ മേൽ ചൊരിയുമായിരുന്നു. ഗ്രാമവാസികൾ അവനെ വെറുക്കപ്പെട്ട ഒരു പാപിയായി കണ്ടു. എന്നാൽ അവന്റെ ഉള്ളിലെ സങ്കടം ആരും അറിഞ്ഞിരുന്നില്ല. വിശപ്പും ഏകാന്തതയും കാരണം തളർന്ന അവന് തന്റെ സങ്കടങ്ങൾ പറയാൻ ഈ ലോകത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ ദേഷ്യമെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാനോടുള്ള അവന്റെ പിണക്കമായിരുന്നു. ഒരു ദിവസം രാത്രി പതിവ് പോലെ അവൻ ക്ഷേത്രത്തിലെത്തി. അന്ന് ശ്രീകോവിലിന് മുന്നിലെ കാണിക്കവഞ്ചി നിറയെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. അത് കണ്ട് കള്ളന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതിയെ കൈനീട്ടി ആ ആഭരണങ്ങൾ എടുക്കാൻ നോക്കി. പെട്ടെന്ന് അവിടെ ഒരു ശക്തമായ കാറ്റ് വീശി. ക്ഷേത്രത്തിലെ കരിന്തിരി കത്തിയ വിളക്കുകളെല്ലാം തനിയെ തെളിഞ്ഞു. ശ്രീകോവിൽ മുഴുവൻ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ദിവ്യ പ്രകാശത്താൽ നിറഞ്ഞു. കള്ളൻ പേടിച്ച് വിറച്ചുപോയി. അവൻ വിളിച്ചു ചോദിച്ചു, ഇന്ന് എന്തു പറ്റി മഹാദേവ? അങ്ങനെ തടയാൻ വരികയാണോ? എന്തിനാ ഇങ്ങനെ പ്രകാശിക്കുന്നത്? അപ്പോൾ ആ ശിവലിംഗത്തിൽ നിന്ന് അതിമനോഹരമായ ഒരു ശബ്ദം മുഴങ്ങി, പുത്ര, നീ എന്നോട് പരിഭവം പറയുമ്പോഴും ആ വാക്കുകൾക്ക് പിന്നിലെ നിന്റെ ഏകാന്തതയും നിന്റെ ദേഷ്യത്തിന് പിന്നിലെ വേദനയും ഞാൻ അറിയുന്നു. മഹാദേവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ കള്ളന്റെ ഉള്ളുരുകിപ്പോയി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാദേവന്റെ ആ ശിവലിംഗത്തിന് മുന്നിൽ വീണു. ഇതുവരെ ഞാൻ പറയുന്നത് കേൾക്കാൻ ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല മഹാദേവ, അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് കലഹിച്ചത്. അവൻ കരഞ്ഞുകൊണ്ട് മഹാദേവനോട് പറഞ്ഞു. ആ നിമിഷം സാക്ഷാൽ മഹാദേവൻ ജടയും ചന്ദ്രകലയും ചൂടി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുത്ര, നീ ഇവിടേക്ക് എന്നും വരുന്നത് മോഷ്ടിക്കാനല്ല, എന്നെ തിരഞ്ഞാണ്. നിന്റെ ആ വിളി സത്യസന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്റെ മുൻപിൽ നിൽക്കുന്നത്. തുടർന്ന് മഹാദേവൻ അവന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, പുത്ര, നീ ഇനി ഒരിക്കലും മോഷ്ടിക്കരുത്. കാരണം നിന്റെ ഉള്ളിലെ ദാരിദ്ര്യം ഞാൻ ഇന്നത്തോടെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത്രയും കാലം നീ എന്നോട് കലഹിച്ചത് നിനക്ക് ഈ ലോകത്ത് മറ്റാരും ഇല്ലാത്തത് കൊണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഞാനുണ്ട്. നിന്റെ ഈ കൈകൾ ഇനി മുതൽ മറ്റുള്ളവരുടെ സമ്പത്ത് കവരാനല്ല, മറിച്ച് വേദനിക്കുന്നവരെ സഹായിക്കാനാണ്. നിന്റെ ഉള്ളിലെ ദേഷ്യം ഭക്തിയായി മാറിയിരിക്കുന്നു. നിന്റെ ഈ കണ്ണുനീർ നിന്റെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞു. ഇന്നു മുതൽ നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. നിന്റെ ഓരോ വിളിയും കൈലാസത്തിലിരുന്ന് ഞാൻ കേൾക്കുന്നുണ്ടാകും. ഭഗവാന്റെ സ്പർശനമേറ്റപ്പോൾ ആ കള്ളന്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്ത ഒരു ശാന്തി നിറഞ്ഞു. അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങനെ ഉപേക്ഷിക്കുകയാണോ? എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി. ആ രാത്രിക്ക് ശേഷം ആ ഗ്രാമത്തിലെ കള്ളൻ എന്ന പേര് മാറി അവൻ ശിവദാസൻ എന്നറിയപ്പെട്ടു. മഹാദേവൻ നമ്മുടെ വാക്കുകളുടെ അർത്ഥമല്ല നോക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ വികാരമാണ്. നാം ഏത് രൂപത്തിൽ വിളിച്ചാലും ആ വിളി സത്യസന്ധമാണെങ്കിൽ മഹാദേവൻ തീർച്ചയായും കൂടെ ഉണ്ടാകും. ഹർ ഹർ മഹാദേവ്.